കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം വരുന്നത്. ആദ്യകാലം സ്ഥിരമായി വരുന്ന ഒരു മെമ്പറാണ്. അന്ന് ഗിരീഷ് എന്ന ആ സമയത്ത് കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം കുറേ വർഷമായി ഇപ്പോൾ അടുത്ത് വരാൻ പറ്റിയില്ല. റിട്ടയർഡ് അധ്യാപികയാണ്. റിട്ടയർമെൻറ്റ് ലാസ്റ്റ് വന്നത് ഒരുപാട് വർഷമായി. അതെ, ഒരു 10 years വികാസമാണ്. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം 8 വർഷം മസ്കറ്റിലായിരുന്നു. കോവിഡ് സമയത്ത് ഇങ്ങോട്ട് വന്നു. പിന്നെ 2 പെൺകുട്ടികളാണ്. 2 പേരും ഇപ്പോൾ US-ലാണ്. ഒരാൾ ന്യൂജേഴ്സി, ഒരാൾ മിഷിഗണിലാണ്. നമ്മളിപ്പോൾ 2 പേരും മാത്രമേ ഉള്ളൂ. 2 പേരും US-ലും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് താമസിച്ചു. കഴിഞ്ഞ വർഷം വരാൻ പറ്റാതെ മക്കളുടെ അടുത്ത് പോയിട്ടാണ്. പിന്നെ അടുത്ത വർഷവും ഭഗവാൻ ആയുസ് തരികയാണെങ്കിൽ മിക്കവാറും US-ലാകാനുള്ള സാധ്യതയുണ്ട്. Moral push for us to do many more things for the college in special and for the physics department in particular. So that for the benefit of who have not been aware of what we have been doing and what we have done thus far, we have just introduced 2 small presentations. First one will be by HOD MMS, and that she will talk about the infrastructure development of the physics department, and I will have a small presentation, PowerPoint presentation on our PCS 77 Airborne Seats Education Trust. After that, Chief Guest, our principal will address you, and then we will distribute the scholarships. That's the agenda for the meeting. നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? ആദ്യത്തെ ആ ലാബിൻ്റെ അവസ്ഥയും ഇന്നത്തെ നമ്മുടെ ലാബിൻ്റെ അവസ്ഥയും. അതെ, 77-ലുണ്ടായിരുന്ന ആ ഒരു കാർഡ്ബോർഡ് പാർട്ടീഷനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഫിസിയ 77-ൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ മാറ്റി ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ലാബ് റിനോവേഷൻ വർക്കിന് വേണ്ടി ഇത് ഡാർക്ക് റൂമിൽ ഒരു അലമാരിയുടെ
ഫോട്ടോയാണ്. അത് ഡാർക്ക് സ്പേസ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഫോട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു സെക്കൻഡ് ഞാനതിൻ്റെ കോസ്റ്റ് ഈ BSc ലാബ് റിനോവേഷന് വേണ്ടി മാത്രം നമുക്ക് ചിലവായിട്ടുള്ള എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ രൂപ ചിലവായിട്ടുണ്ട് ആ ഒരു BSc ലാബ് വർക്കിന് വേണ്ടി മാത്രം. പിന്നീട് രണ്ടാമത് നമ്മൾ പറയുന്നത് നമ്മളുടെ 3rd ഇയർ ക്ലാസ് റൂമാണ്. സാധാരണ ഒരു ക്ലാസ് റൂമായിരുന്ന ആ റൂമിനെ നമ്മളിപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം ആക്കി ഇൻട്രാക്റ്റീവ് പാനൽ കൊടുത്തു. അതേപോലെ ഒരു വൈറ്റ് ബോർഡും വിൻഡോ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ വളരെ ഭംഗിയാക്കി. ദീപക് സാറ് കഴിഞ്ഞ നമ്മുടെ ആനുവൽ അലൂമിനി മീറ്റിനെ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോയാണിത്. അപ്പോൾ ഇന്നത്തെ BSc ക്ലാസ് റൂമിൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ പഴയ ആ ക്ലാസ് റൂം പാടെ മാറി വളരെ പുതിയ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ മേജർ വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിലനിൽക്കുന്ന ആ 2 ബ്ലോക്കുകൾ, ബിൽഡിംഗ് ബ്ലോക്സിന് ചോർച്ചയുണ്ടായിരുന്നു. നേരത്തെ തന്നെ ചോർച്ചയുണ്ടായിട്ട് പല ഭാഗങ്ങളും അടന്നു വീഴുകയും കുട്ടികൾക്ക് തന്നെ വരാന്ത യൂസ് ചെയ്യുന്ന സമയത്ത് റിസ്ക് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സാറ് വർക്ക് പ്ലാൻ ചെയ്ത സമയത്ത് നമുക്ക് തന്ന നിർദ്ദേശം ഇതായിരുന്നു: ഏറ്റവും ആദ്യം കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. ബിൽഡിങ്ങിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനു മുൻപ് പ്ലാസ്റ്ററിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കി ബിൽഡിങ്ങിനെ സേഫ് ആക്കണം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ബിൽഡിങ്ങിൻ്റെ എല്ലാ സെക്ഷനിലും ഇതുപോലെ കോളേജിൻ്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾക്കൊള്ളുന്ന എല്ലാ റീജിയനിലും പ്ലാസ്റ്ററിംഗ് വർക്ക് വളരെ ഭംഗിയായിട്ട് നടത്തുകയുണ്ടായി. അതിനായിട്ട് നമുക്ക് ചിലവ് വന്നിട്ടുള്ള എക്സ്പെൻസ് ഇതാണ്. 1,63,000 രൂപയുടെ അടുത്ത് സൺഷെയ്ഡ് പ്ലാസ്റ്ററിങ്ങിന് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. വളരെ ഭംഗിയായിട്ട് അവരിത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോളേജിൽ 47 വർഷം ഒരു സംഘടനയെ, അതും ആ സംഘടന ഒരു തരത്തിലുള്ള പൊളിറ്റിക്സോ ജാതി മതഭേദം ഒന്നുമല്ലാതെ പഠിച്ച വിഷയത്തിൽ ഉള്ള ആൾക്കാർ മാത്രം, ആ ബാച്ച് മാത്രം എടുത്തിട്ട് ഒരു സംഘടന 47 വർഷം മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ്. അത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്. ഞാനതിൻ്റെ കാര്യം കുറച്ചും കൂടെ വൈകാരിക തലത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന എല്ലാ ഫിസിയ 77 ബാച്ചിലെയും കണ്ണൂർ ശ്രീനാരായണ കോളേജിൻ്റെ പേരിൽ എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെയുള്ള ഏറ്റവും ഡിഗ്നിറ്ററീസ് ഉണ്ട്. ഇവിടെ ഒരുപാട് റിട്ടയേർഡ് ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് ഉണ്ട്, അലുമിനി മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ എൻ്റെ സഹപ്രവർത്തകരുടെ 2 ആളുണ്ട് ഇവിടെ. രമ്യ ടീച്ചറും ഉണ്ട്, അതുപോലെ വിപിൻ സാറും ഉണ്ട് അവിടെ. റൈറ്റ്, ശ്രീഷ്മ ടീച്ചർ വരുന്നു പറയുന്നുണ്ട് അവിടെ. ഓക്കെ. സോ അവരെല്ലാവരെയും അത് ആ ഒരു ഗെറ്റ് ടുഗദറിൽ കണ്ടതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ഫിസിയ 77 എന്ന് പറഞ്ഞതിൻ്റെ ഈ ഒരു മീറ്റിംഗ് 47 വർഷത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമോഷണലും അതുപോലെ അക്കാഡമിക് വാല്യൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഇമോഷണൽ ഫീലിംഗ് ഇപ്പോൾ പുഷ്കരൻ സാർ ഇവിടെ വരുമ്പോഴേ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വൈകാരിക തലത്തിലാണ് നമ്മളിതിനെ കാണുന്നത് എന്നുള്ളതാണ്. രവീശൻ സാർ എന്നെ ഒന്ന് 2 തവണ ഫോൺ ചെയ്ത് പറയുമ്പോൾ തന്നെ എനിക്കത് താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു എനർജറ്റിക് ആയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലേ സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു താല്പര്യം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ തന്നെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ. സാറ് എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹത്തെ കാണാൻ പറ്റിയെന്നുള്ള തന്നെ വലിയ സന്തോഷമാണ് ഇവിടെ വരുന്നത്. എനിവേ, ഇതിൻ്റെ ഈ ലെഗസി ഓഫ് 97 ബാച്ച് ഫിസിയ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് അത് ഒരു 48 വർഷം അത് കണ്ടിന്യൂ ചെയ്തു എന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു കാര്യമാണ്. ആ കാര്യത്തിലേക്ക് നമ്മൾക്ക് അതുപോലെ തന്നെയാണ്
ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ അക്കാഡമിക് രംഗത്തിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ്. അത് സ്കോളർഷിപ്പ് വിതരണങ്ങളാണ് അല്ലേ. അത് രമ്യ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ, ആൾറെഡി സൂചിപ്പിച്ച അതൊരു നല്ലൊരു സപ്പോർട്ടിങ് കറണ്ട് സ്റ്റുഡൻസ് ത്രൂ എന്താ പറയുക സ്കോളർഷിപ്സ്. ഇത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ മനസ്സിലാകും. മേരി ക്യൂറി അവാർഡ് കിട്ടിയ ആ അനുശ്രീക്ക്, ഞാനുണ്ടായിരുന്നു, അനുശ്രീക്ക് നമ്മൾ കൊടുത്ത ഒരു ഉപഹാരം, അത് പൈസ ലെവലിലോ അല്ലെങ്കിൽ നമ്മൾ പറയില്ല പൈശാചികമായിട്ട് അതിലൊന്നും അല്ല, പക്ഷെ ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾ കൊടുത്തത് അത് എത്ര കുട്ടികൾക്ക്, ഫിസിക്സുകാർക്ക് മാത്രമല്ല ബാക്കിയുള്ള സയൻസ് കുട്ടികൾക്കും നല്ല പ്രചോദനമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ മിക്ക PTA മീറ്റിങ്ങുകൾക്കും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്, IQAC എന്നുള്ളതിൽ പങ്കെടുക്കുകയാണ്. അതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ഫിസിക്സിലത്തെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ അലുമിനിയുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ അലുമിനി കോൺട്രിബ്യൂഷൻ എൻറിച്ച് ദ അക്കാഡമിക് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞു, അത് ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത് IQACയുടെ കോർഡിനേറ്റർ ആയതുകൊണ്ട് മാത്രമാണ്. നമുക്ക് NAC വരുന്ന ടൈമിൽ അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞു, പക്ഷെ ആദ്യത്തെ ചോദ്യം ഇതാണ്, എത്ര ലാക്സ് ആണ് അല്ലെങ്കിൽ എത്ര ക്രോർസ് ആണ് അലുമിനി കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ നമ്മൾക്ക് അറിയാം ഇതിൻ്റെ ലയൺ പാർട്ടും ഫിസിക്സ് ചെയ്തതാണ്. ഇത് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും. കാര്യം വെച്ചാൽ അവർ കോളേജിലേക്ക് വരുന്നത് അറിയാം, കോളേജിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഒരു ന്യൂസൻസ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതല്ല എന്നുള്ളത് ഇവർ രണ്ടുപേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് ഞങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പറയാറുണ്ട്. ഇതൊരു റോൾ മോഡൽ ആണ്, അതർ ബാച്ചസിനുള്ള ഒരു റോൾ മോഡലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻകറേജ് ചെയ്യാണ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും എൻകറേജ് ചെയ്യാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കണ്ണൂർ ശ്രീനാരായണ കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും കോളേജിൻ്റെ എൻറ്റയർ സ്റ്റാഫിനും, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടിയിട്ടും ഞാൻ ഈ ഭാരവാഹികളോടും നമ്മളോട് പ്രത്യേകിച്ച് ഈ ഒരു ക്രൗഡിനോടും പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ, ഞാനാണോ ഉദ്ഘാടനം ചെയ്തത്, ഈ ചടങ്ങിൻ്റെ ഒഫീഷ്യലി ആയിട്ട് ഇനോഗ്രേഷൻ 48ാമത് ആനുവൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഓഫ് ഫിസിയ 77 അത് എല്ലാവരുടെയും സമൂഹത്തിലൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ആദ്യമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവർക്കും മറ്റ് ഇവിടെ കൂടിയ എല്ലാ ആളുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ പറയാം. കാരണം വെച്ചാൽ ഇതിന് എന്നോടൊപ്പം എനിക്ക് സംസാരിക്കാനും പിന്നെ പങ്കുചേരാനും എല്ലാവരെയും കാണുവാനും സാധിച്ചു തന്നെ വലിയ ഒരു കാര്യമാണ്. പിന്നെ ഇവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ എല്ലാ കാര്യങ്ങളും, ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഫിസിയ 77 കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടു വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇത്രമാത്രം നമ്മൾ നേരത്തെ ഒന്നും ഇതുപോലെയൊന്നും ഉണ്ടാകാറില്ല. ഞാനൊക്കെ ചേരുന്ന കാലത്ത് 66 വളരെ ശോചനീയമായിരുന്നു കോളേജിലെ ഫിസിക്സ്. പിന്നീടാണ് വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത്. ഇപ്പോൾ വളരെ വളരെ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല നല്ല സൗകര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് സന്തോഷമാണ്. പിന്നെ ഈ ചടങ്ങിൽ വന്നു ചേരാൻ സാധിച്ചതിൽ എൻ്റെ എല്ലാവിധ സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. അത്രമാത്രം. ഇതിപ്പോൾ ഒരു ചെറിയൊരു സംഭവം ഇവിടെ പറയുകയാണ്. കാരണം നമ്മൾ രമ്യ കൃഷ്ണൻ 1981 ജനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മക്കാണ് നമ്മൾ ഫിസിക്സ് അലുമിനി 81 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും, അതായത് ഫിസിയ 77ൻ്റെയും ഫിസിക്സ് അലുമിനി 81ൻ്റെയും പ്രവർത്തനങ്ങളിൽ കുറേ താരതമ്യങ്ങളുണ്ടെങ്കിലും അല്പം വൈജാത്യങ്ങളുണ്ട്. നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലൊരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ഇവർ നടത്താൻ പോകുന്ന പരിപാടി
ഗോൾഡൻ ജൂബിലിയാണ്. അപ്പോൾ അത് സത്യത്തിൽ പറഞ്ഞാൽ എന്താണ്, ഈ പാമ്പുരുവിലൊന്നായിരിക്കില്ല, കുറച്ചും കൂടി വലിയൊരു സ്ഥലത്തായിരിക്കും നടത്തുക എന്നുള്ള ഇപ്പോഴേ തന്നെ ഒരു പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്, ഇതിപ്പോൾ കുറേ കൂടി വലിയ രീതിയിൽ എല്ലാവരും അറിയാൻ തുടങ്ങിയത് SNCPA എന്നുള്ള ആ ഒരു വലിയ ഗ്രൂപ്പ് ഫോം ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ പ്രശാന്ത് സാറ് പ്രിൻസിപ്പളായിട്ട് അടുത്ത വർഷം തുടരുകയും ഇതേ പരിപാടിക്ക് അദ്ദേഹം ഉദ്ഘാടകനായിട്ടോ അധ്യക്ഷനായിട്ടോ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. ഫിസിക്സ് 77 മാത്രമല്ല, ഫിസിക്സ് അലൂമിനി 81 കൂടി ചേർത്ത് പറയേണ്ടി വരും. മറ്റൊന്നുമല്ല, കാരണം ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും ഇപ്പോഴത്തെ ഈ നമ്മൾ തമ്മിലുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ 48 വർഷമായി ഒത്തുചേരുന്നു. അതുപോലെ 2004 മുതൽ സ്ഥിരമായി SN കോളേജിൽ പ്രോഗ്രാം എൻഡോമെൻ്റ് സ്പീച്ചും അതുപോലനുബന്ധിച്ച് ക്യാഷ് അവാർഡും ഇതൊക്കെ നൽകിയിരുന്നു. അതേപോലെ നമുക്ക് ഇതേപോലെയുള്ള പത്മനാഭ സാറോ അല്ലെങ്കിൽ ഗിരീഷ് സാറോ ഇല്ലാത്തതുകൊണ്ട് അവർ തേങ്ങ ഉടക്കുമ്പോൾ നമ്മൾ ചിരട്ടി ഉടക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാലും നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എല്ലാ രീതിയിലും. പിന്നെ എന്താണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ തടസ്സമുള്ളത്? രവികൃഷ്ണൻ പുഷ്കർജി 2 നെടുന്തൂണുകളും പിന്നെ പറഞ്ഞാൽ എന്താണ്, ഈ പ്രവർത്തനത്തിനെല്ലാം ഏറ്റവും കൂടുതൽ വേണ്ട ദ്രവ്യമാണ്. ആ ദ്രവ്യം നൽകാൻ വേണ്ടിയിട്ട് ആ എന്നാണ് മഹത്തായ ആ ഒരു മഹാമനസ്കത കാണിക്കുന്ന ഗിരീഷ് സാർ. പിന്നെന്ത് വേണം? തുടക്കത്തിൽ നമ്മൾ ഫിസിക്സ് അലൂമിനി 81 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും ഒരു പ്രമോദ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടായിരുന്നു. അന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് 2 പ്രൊഫസർമാർ പിന്നെ വിരമിച്ചിരുന്നു. അപ്പോൾ അവരിൽ ഒരാളാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ഏതായാലും നീയുടെ കണ്ണൂരിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് എല്ലാവരും കൂടി ഒന്ന് സംഘടിപ്പിച്ചൂടെ? പക്ഷേ സംഘടിപ്പിച്ച് വന്നപ്പോൾ പറഞ്ഞാൽ അവരാണിപ്പോൾ തീരെ പരിപാടിക്ക് വരാത്തത്. പിന്നെ നിങ്ങൾക്ക് ഈ ഫിസിയ 77 ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് 81 ബാച്ചിൽ നമുക്ക് 2 സഹോദരിമാരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണ മുൻപേ പ്രൊഫസർ സലീം സാറ് പ്രിൻസിപ്പളായിരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു പരിപാടി നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലിയ കേമാർ തന്നെ, നിങ്ങൾ ക്ലാസ്മേറ്റ് സിനിമ കണ്ടിട്ടല്ലേ നിങ്ങൾ തുടങ്ങിയതെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തുടങ്ങിയതാണ് നമ്മളെ പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ ഈ ക്ലാസ്മേറ്റ് നമ്മുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ തിരിച്ചു പറയിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഇത്രയെല്ലാം ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടത്തിലെ 2 സഹോദരിമാരെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്കാവുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത വർഷം 2 പേരെ കൊണ്ടുവരുമ്പോഴേക്ക് അദ്ദേഹം ട്രാൻസ്ഫർ ആയിപ്പോയി. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഈ മത്സരം, ഈ ആരോഗ്യകരമായിട്ടുള്ള മത്സരം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ 77-ഉം 81-ഉം തമ്മിലുള്ള അത് ഒരു സൗഹൃദ മത്സരമായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ഒറ്റക്കും ചേർന്നുകൊണ്ടും കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒത്തുചേർന്ന് ഇനിയും പ്രവർത്തിക്കാം. അതുപോലെ തന്നെ 49-ഉം 50-ഉം വരുന്ന അടുത്ത വർഷങ്ങളിലെ നിങ്ങളുടെ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വെൽത്ത് ആൻഡ് മോർ പ്രോസ്പെരിറ്റി എന്നാണ്
നമ്മളൊക്കെ കാണുന്നത്. അത് തീർച്ചയായിട്ടും ആ കാര്യം അദ്ദേഹം പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കും ഇതേ രീതിയിൽ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം വാട്ടർ ഈവൻ പെൻഷൻ ആണെങ്കിലും അതിലൊരു ചെറിയ പെർസെൻറ്റേജ് മാറ്റി വെച്ച് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ചിങ് അതേഴ്സ് ലൈഫ്സ്, അത് തീർച്ചയായും ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. പിന്നെ SN കോളേജിൽ 81 ഫിസിക്സ് സതീഷ് പറഞ്ഞ പോലെ നമ്മുടെ അലുമിനിയം ആക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിസിയ 77 എടുത്ത് വേറെ തന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. അവരുടെ കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ ഇസ് ദേ ഹാവ് ബീൻ മേക്കിംഗ് ട്രമെൻഡസ്, റിയലി ട്രമെൻഡസ്. അപ്പോൾ ഈ ഫിസിയ 77 തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരുന്നു. ഒപ്പം തന്നെ ഇന്ന് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ കുട്ടികളോട് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം. സമയം ഉണ്ടെന്ന് തോന്നുന്നു, 2 മിനിറ്റ് അല്ലേ? ഓക്കെ. ഞാനിപ്പോൾ ഓർക്കേണ്ടത്, ഈ സ്കോളർഷിപ്പ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഇവിടെ ബഹുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അംഗീകാരത്തിൽ ഒരിക്കലും മതിയും മറന്നു പോകാൻ പാടില്ല എന്നുള്ള എക്സാമ്പിൾ ഞാൻ പറയാം. പലപ്പോഴും നമുക്ക് സ്കോളർഷിപ്പ് പരസ്യമാക്കിയ പിള്ളേരുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഫ്ലെക്സ് ബോർഡ് കാണും അല്ലേ, ഈ കുട്ടിക്ക് അനുമോദനങ്ങൾ. പിന്നെ നമ്മളത് പിന്നെ ഫോളോ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ എപ്പോഴും പിള്ളേർ മുകളിലേക്ക് പോകുന്നത് കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് എനിക്കൊരു കാര്യം ഓർമ്മ വെച്ചാൽ, ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സമയത്ത് നമ്മുടെ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ഡോക്ടർ മഷേൽക്കർ സാർ നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും ഡോക്ടർ മഷേൽക്കർ സാർ ആരാണെന്നുള്ളത്. റെസിപ്പിയൻ്റ് ഓഫ് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, നമ്മുടെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രി റിസർച്ചിൻ്റെ ഡയറക്ടറായിട്ട് വർഷങ്ങളോളം ഇരുന്ന് അതിനൊരു നാഷണൽ വേൾഡ് ക്ലാസ് ലബോറട്ടറി ആക്കി മാറ്റിയൊരു മഹാനാണ് ഡോക്ടർ മഷേൽക്കർ. രഘുനാഥ് ആനന്ദ് മഷേൽക്കർ എന്ന അദ്ദേഹത്തിൻ്റെ ഫുൾ പേര്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആൻഡ് ഫിലോസഫറും ഗൈഡും ഒക്കെ ആയിരുന്നത് ഡോക്ടർ CNR റാവു ആണ്. CNR റാവു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാദർ ഓഫ് നാനോ സയൻസ്. അപ്പം ഇദ്ദേഹം മഷേൽക്കർ സാർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇറ്റ് വാസ് സോ ഗ്രേറ്റ് ദാറ്റ് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടുന്നത് റോയൽ സൊസൈറ്റിയിലേക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടുവാണ്. അപ്പോൾ അദ്ദേഹം വളരെ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി പോകുന്നത് അടുത്തേക്കാണ്, നമ്മുടെ ഡോക്ടർ റാവുവിൻ്റെ അടുത്തേക്കാണ്. സർ, ഐ ഹാവ് ബിക്കം എ മെമ്പർ ഓഫ് റോയൽ സൊസൈറ്റി. അത് നിങ്ങൾ ഓർത്ത് നോക്കണം, 350 വർഷങ്ങൾക്കുള്ളിൽ ഒരേ 3 എഞ്ചിനീയറിംഗ് സയൻറ്റിസ്റ്റിന് മാത്രം കിട്ടിയൊരു അവാർഡാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, സർ ഐ ഹാവ് ബിക്കം എ മെമ്പർ ഓഫ് റോയൽ സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോട്ട് ബാഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, നോട്ട് ബാഡ്. അപ്പം മഷേൽക്കർ സാർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അംഗീകാരത്തിന് നോട്ട് ബാഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് കുറച്ചുകൂടി വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് 1876 തൊട്ടിട്ട് ഒരേ ഒരു എഞ്ചിനീയറിംഗ് സയൻറ്റിസ്റ്റിന് മാത്രം കിട്ടിയ ഒരു ബഹുമതി എന്ന് പറഞ്ഞാൽ ഹി ബിക്കെയിം എ മെമ്പർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് സയൻസ് അക്കാഡമി. UN സയൻസ് അക്കാഡമിയിലേക്ക് മെമ്പർഷിപ്പ് കിട്ടി, ഫെലോഷിപ്പ് കിട്ടി. ഓക്കെ. അപ്പോൾ ഇത്തവണ അദ്ദേഹം വിചാരിച്ചു 1826 ഒരേ ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ഓടിച്ചല്ലോ എന്ന് റാവു സാർക്ക്. റാവു സാറോട് പറഞ്ഞു, സർ ഐ ബിക്കം എ ഫെലോ ഓഫ് അമേരിക്കൻ അക്കാഡമി, UN നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറഞ്ഞു. അപ്പം മഷേൽക്കർ സാർ, റാവു സാർ പറഞ്ഞു, നോട്ട് ബാഡ്. അപ്പോൾ ഇത്തവണ മഷേൽക്കർ സാർ ശരിക്കും പരിഭ്രമിച്ചു പോയി. ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, എനിക്ക് ഞാനുള്ള അംഗീകാരത്തിനൊന്നും ബഹുമതി തീരെ കാണിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന് ധരിച്ചു മനസ്സിൽ. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മടങ്ങി വന്നു. വർഷങ്ങൾക്ക് ശേഷം, അത് പിന്നെയും വർഷം കഴിച്ചിട്ട് 350 വർഷത്തിൽ പഴക്കമുള്ള ഒരു പേരുകേട്ട ലോകത്തിൽ ഏറ്റവും പേരുകേട്ട അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാരും സയൻറ്റിസ്റ്റൊക്കെ മെമ്പർ ഓഫ് നോബൽ പ്രൈസ് ആദ്യം വിൻ ചെയ്യും. അതിനുശേഷമാണ് ദേ ബിക്കം മെമ്പർ ഓഫ് അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. അപ്പോൾ ഇദ്ദേഹം ആകെ 7 പേർക്ക് മാത്രമേ ഇന്ത്യയിൽ ആ ബഹുമതി കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ സാർ വിചാരിച്ചു, മഷേൽക്കർ സാർ വിചാരിച്ചു, റാവു സാർ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്നെ കെട്ടിപ്പിടിക്കുന്ന ഓടിച്ചാടി പോയി. സർ ഐ ബിക്കം എ മെമ്പർ ഓഫ് അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നോട്ട് ബാഡ്. ഇത്തവണ മഷേൽക്കർ സാറായിട്ട് വല്ലാതെ പെർപ്ലക്സ്ഡായി. സർ, മേ ഐ ആസ്ക് യു സർ, what is your standard എന്ന് വെച്ചാൽ, what's your standard of grading, what should I do to earn a good or an excellent from you എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, മഷേൽക്കർ സാർ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനികൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, യു ആർ ക്ലൈംബിങ് എ ലാഡർ ഓഫ് എക്സലൻസ് വിച്ച് ഈസ് ലിമിറ്റ്ലെസ്, ആൻഡ് ഓൺ ദിസ് ക്ലൈംബ് ഓഫ് ട്രാവലിംഗ് ദ ഓൺലി ലിമിറ്റ് ഈസ് ദ ലിമിറ്റ് വിച്ച് യു പുട്ട് ഓൺ യുവർ സെൽഫ്. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺബൗണ്ട് ആസ്പിറേഷൻ, അൺബൗണ്ട് പാഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. യു ആർ ട്രാവലിംഗ് ഓൺ ദ പാത്ത് ഓഫ് യു ആർ ക്രിയേറ്റിംഗ് യുവർ ഓൺ വേൾഡ്, ബട്ട് പ്ലീസ് ഡു റിമെമ്പർ ദിസ്, ദാറ്റ് വിൽ റിയലി മേക്ക് യു മോർ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു സോ മച്ച്. BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ് കുറച്ച് നെർവസാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മാത്സ് എക്സാം ആണ്. അത് ഇവിടെ വന്നിട്ട് പക്ഷേ ഇവിടെ വന്നതുകൊണ്ട് ഒരുപാട് ലെജസീസിനെ പരിചയപ്പെടാൻ പറ്റി. കാരണം ഫിസിയ 77 ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1977 മുതൽ ഇത്ര 2025 വരെ ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടാസ്ക് ഒന്നുമല്ല. അതിന് ഒരുപാട് ഡെഡിക്കേഷൻ, പെർസിവറൻസ് എല്ലാം വേണം. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല ഒരു അവാർഡ് നേടിയെടുക്കാനും കൂടി പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക്സ് ടു മൈ HOD. എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പം നിങ്ങളെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഒന്ന് വിളിച്ചത് മിസ്സാണ്, ഞാൻ വന്നതല്ല. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് ആ ടീച്ചറാണ്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സിന് ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് ആ ടീച്ചർക്കാണ്. ശരിക്കും സത്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി. കോളേജിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നല്ല ബെനിഫിറ്റായി തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ക്ലാസ് റൂംസ് എല്ലാം നല്ല പുതിയ രീതിയിലാക്കി ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊന്നും പറയാനില്ല. എല്ലാവരോടും താങ്ക് യു. ഇങ്ങനൊരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. 6 സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു റെക്കഗ്നീഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഈ ബാച്ചിലെ ആൾക്കാരെയും ഈ അലുമിനിയും ഈ ആൾക്കാരെല്ലാം കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇതുപോലെ ഇനിയും നിങ്ങൾ പരിപാടികളെല്ലാം നടത്തണം. പിന്നെ ഈ ഫിസിയ 77-ൻ്റെ ഇവരാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. അലുമിനിയുടെ കാര്യങ്ങൾ ഉണ്ട് എന്നറിയാം. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വളരെ അടിപൊളിയാണ്. നമ്മൾ ക്ലാസ്സസിലെ ലാബിലെ ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്തത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു റെക്കഗ്നീഷൻ തന്നതിന് എല്ലാവരോടും നന്ദി. താങ്ക് യു. ഇവിടെ വന്നതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അടുത്തത് സഹദേവൻ സാറാണ്. കാരണം സഹദേവൻ സാറ് മുന്നൻ സാറിനൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ ആത്മാക്കളാണ്. കാരണം എല്ലാ കാര്യത്തിലും ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ഞാൻ രവീഷിന് പോയിരുന്നു സാറിനെ വിളിക്കാൻ വേണ്ടി. ഇപ്രാവശ്യം രവീഷിന് മാത്രമേ പോയിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ സാറും അഹല്യയുടെ വന്നതിൽ വളരെ വളരെ സന്തോഷം. വരും വർഷങ്ങൾ ഇതുപോലെ ഇതിനേക്കാൾ ആക്റ്റീവായി സാറിന് പങ്കെടുക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. പിന്നെയുള്ളത് രമ്യ മിസ്സാണ്. രമ്യ മിസ്സിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മുടെ ഒരു മകള സ്ഥാനത്താണ്. അതിനേക്കാളുപരി എല്ലാ കാര്യങ്ങളിലും ഇടപെടലും കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ രവീഷിന് എസ്എംബോളിൽ ഒരു മാസത്തിന് ഒരു തവണയൊന്നും പോകാത്ത മാസങ്ങളുണ്ടോ എന്നുള്ള കാര്യം സാക്ഷിയാണ്. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വളരെ വളരെ ആക്റ്റീവായ ഒരു ഗൈഡോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലോ എന്തായാലും പറയുകയാണ്. അവർ അത്രയും തിരക്ക് പിടിച്ച് തിരക്കിലും നമ്മുടെ കാര്യങ്ങൾ നോക്കായിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ അങ്ങോട്ട് പറയാണ് മേഡം പോയി മേഡത്തിന് ജോലി ചെയ്തു, ഞങ്ങൾ വെറുതെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. ഇവരായാലോ ശ്രീഷ്മ മിസ് ആയാലോ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും തീർച്ചയായും. പിന്നെ ബിപിൻ സാറിനെ പിന്നെ പറയുകയാണെങ്കിലും ബിപിൻ സാർ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററാണ്. പല കാര്യങ്ങളും അദ്ദേഹം പിൻവെഞ്ചിൽ പിന്നിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അത് വളരെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അദ്ദേഹത്തിനും ജെമിനാമിസിനോടും മറ്റു ഫാക്കൽറ്റീസിനോടുള്ള നന്ദി പറയുകയാണ്. പിന്നെ പറയുകയാണ് പ്രിൻസിപ്പാളിനോട് ഒരു അഭ്യർത്ഥനയുള്ളത്. മുൻ പ്രിൻസിപ്പാൾമാരൊക്കെ നമ്മളോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയുള്ള കാര്യങ്ങളിലും സഹകരിക്കണം. അത് കാര്യങ്ങളിൽ വളരെ വളരെ ഞങ്ങൾ കാര്യങ്ങൾ പ്രോഗ്രസീവായി ചെയ്യാനും വളരെ തയ്യാറെടുപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. അതിലും അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയുള്ളത് SNCPIയുടെ ഭാരവാഹികളാണ്. ശരിക്കും സതീശനായാലോ ജയറാമായാലോ എനിക്ക് അന്യന്മാരെ പോലെയാണ്. സതീശൻ പ്രത്യേകം ശരിക്കും തോന്നുന്നു പല ദിവസങ്ങളിലും ഞങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളിൽ SNCPIയിലും വളരെ ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ 81 അലൂമിനി ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ഓവർടേക്ക് ചെയ്തിട്ട് വെൽ അഡ്വാൻസ് ആണ്.
അവർ വളരെ സെമിനാറുകളും മറ്റു കാര്യങ്ങളും നടത്തുന്നുണ്ട്. അത് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ സ്കോളർഷിപ്പ് വിന്നേഴ്സാണ്. കുട്ടികളുടെ ഇതൊരു കുട്ടി സ്റ്റെപ്പായിട്ട് കണക്കാക്കണം. ഭാവിയിലേക്ക് നിങ്ങൾ വളരെ പഠിച്ചു വരണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ പണ്ടേ ഞങ്ങളൊരു ബൈ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഞങ്ങൾ കുറേ മെനക്കെട്ടു, പക്ഷേ അത് എവിടെയോ നടന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിന്തിക്കുക, വൈ യു ഡിഡ് സെലക്ടഡ് ഫിസിക്സ്, ഇതിനു വേണ്ടി തന്നെ ഫിസിക്സ് സെലക്ട് ചെയ്തു എന്നുള്ള. എന്തായാലും എനിക്ക് തോന്നുന്നു ഗിരീഷിന് വളരെ താല്പര്യമുണ്ട്. അതിന് എൻ്റെ ഒരു ചെറിയൊരു ഉഴപ്പിലാണോ എന്ന് ബാക്കോട്ടായി പോയിട്ട് കൂടി സംശയമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും ഭാവിയിൽ ഈ സ്കോളർഷിപ്പ് ഒന്നും ഒരു വലിയ കാര്യമില്ല. പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയാലോ സെക്കൻഡ് ആയാലോ മാത്രമല്ല, ജീവിതത്തിൽ വിജയിക്കാൻ ഇതൊരു ഫുട്ടിംഗ് സ്റ്റെപ്പാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കുട്ടികളെ. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നന്ദി പറയുകയാണ്. പിന്നെ ഒരു ആത്മപ്രശംസ ആയിരിക്കാം ഫിസിയാസ് അവരിസനുള്ളവരോട് നന്ദി പറയാന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട് ഓഫ് പ്ലേസ് ആണ്. എന്നിരുന്നാലും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത് ഗിരീശനും കുടുംബമാണ്. കാരണം ഇതിൻ്റെ എല്ലാ ഫൈനാൻസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഗിരീശനാണ്. ഗിരീശൻ പറഞ്ഞ് നീ എല്ലാവരുടെ വാങ്ങടാ, ബാക്കി ഞാൻ തന്നോളാം. ഒരു അപ്രോച്ചിലാണ് ഈ കാര്യങ്ങൾ. എല്ലാ മെമ്പേഴ്സും തന്നു. പക്ഷേ അത് ഞങ്ങൾ ഒരിക്കലും എമൗണ്ട് പറയാറില്ല. അക്കോർഡിംഗ് ടു ഹിസ് ബിൽ കപ്പാസിറ്റി ആൻഡ് വാട്ട് എവർ പോസിബിൾ. അല്ലാണ്ട് ഒരു നിർബന്ധമില്ല. അതിനൊരു ത്രഷോൾഡ് ലിമിറ്റോ ഒരു മിനിമം ഒന്നുമില്ല. മിനിമം 1 രൂപയായാലും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അത് വളരെ സന്തോഷമാണ്. അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഈ ഇത്ര ഔട്ട് ഓഫ് പ്ലേസ് അല്ല. എന്നാൽ ഡോക്ടർ പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിൽ പപ്പൻ സാറ് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. SM കോളേജിൽ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. എൻ്റെ സീനിയർ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സീനിയർ ആയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ BSc MSc വേണ്ടാന്ന് വെച്ച് പോയി. ബിടെക്ക് ഞാനും ഗിരീഷിനും ഒന്നിച്ച് പോയി. പക്ഷെ എന്നാലും പപ്പൻ സാറെ വിളിച്ചപ്പോൾ പറഞ്ഞത് എത്ര പൈസയാണ് വേണം ഞാൻ അയച്ചു തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ വേണ്ട, വിൽ ഗെറ്റ് എ കൊട്ടേഷൻ ആൻഡ് യു പേ ദ പാർട്ടി. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ വേറൊരു പ്രോമിസ് തന്നിട്ടുണ്ട്, അടുത്ത പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് HOD ഞാൻ തന്ന പാക്കേജസ്. പിന്നെ ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് നന്ദി പറയണോ പറയണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ക്ലാസ്മേറ്റ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ വരാൻ പറ്റാതെ അവസ്ഥയിലുണ്ട്. അതിൽ ഷെറീനായാലും മറ്റുള്ള കൂട്ടരൊക്കെ ആയാലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കണമെന്ന് വെച്ചു. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ കിളവന്മാരാണ്. അപ്പോൾ അതിൻ്റേതായ ശാരീരിക മാനസിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി പല ഭാവുകളുണ്ട്.